നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്ലോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു. മഞ്ചേരി തൃക്കലങ്ങോട് മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5:30യോടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരികയായിരുന്നു. റോഡരികിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുന്ന ജുനൈദിനെ ബസ് ജീവനക്കാരായിരുന്നു ആദ്യം കണ്ടത്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉടൻ ജുനൈദിനെ പ്രവേശിപ്പിച്ചു. പക്ഷെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റു എന്നാണ് പോലീസ് അറിയിച്ചത്. ടിക്ടോക്ക് താരവും വ്ലോഗറും കൂടിയാണ് ജുനൈദ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ജുനൈദിനെ നേരത്തെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബംഗളൂരു എയർപോർട്ട് പരിസരത്ത് വെച്ചായിരുന്നു പോലീസ് ഇയാളെ നേരത്തെ അറസ്റ്റ് ചെയ്തത്. വഴിക്കടവ് പഞ്ചായത്തങ്ങാടി സ്വദേശിയാണ് ജുനൈദ്. സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധേയനായ വ്യക്തി. അപകടം നടന്നത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വൈകുന്നേരത്തോടെയാണ്. ജുനൈദ് മഞ്ചേരി ഭാഗത്തു നിന്നും വഴിക്കടവിലേക്ക് ബൈക്കിൽ വരികയായിരുന്നു. അതിനിടയിലായിരിക്കാം അപകടം സംഭവിച്ചതെന്നാണ് നിഗമനം. ഈ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ ഈ മാസം ആദ്യമാണ് ജുനൈദ് പിടിയിലായത്. മലപ്പുറം പോലീസ് ബംഗളൂരിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തു. ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ ജുനൈദിനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജുനൈദ് സമൂഹ മാധ്യമത്തിലൂടെ യുവതിയെ പരിചയപ്പെട്ടുവെന്നും ആ ബന്ധം പ്രണയത്തിലേക്ക് എത്തി എന്നുമായിരുന്നു വിവരങ്ങൾ. വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തോളം ലോഡ്ജുകളിലും ഹോട്ടലുകളിലും എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതി പരാതി നൽകിയത്. ഹോട്ടലുകളിൽ വെച്ച് ജുനൈദ് യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി സമൂഹ മാധ്യമം വഴി ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു യുവതിയെ ഭീഷണിപ്പെടുത്തി. യുവതി പരാതി നൽകി. ഈ വിവരം അറിഞ്ഞതോടെ ജുനൈദ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ഈ വിവരം അറിഞ്ഞ മലപ്പുറം പോലീസ് പ്രതിയെ ബംഗളൂരു വിമാനത്താവളത്തിന്റെ പരിസരത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മലപ്പുറം പോലീസ് സ്റ്റേഷൻ SHO P വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി 2 വർഷത്തോളം ഇയാൾ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. മലപ്പുറത്തും പരിസരത്തെ പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലും വെച്ച് പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ഇത് സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി ഇയാൾക്കെതിരെ ഉയർന്നിരുന്നത്. യുവതിയുടെ പരാതിയിൽ കേസെടുത്ത മലപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് പോയ പ്രതിയെ പിടികൂടിയത്. SI പ്രിയ NS K, ASI തുളസി, പോലീസുകാരായ ദ്വിതീഷ്, മനുദാസ്, രാമചന്ദ്രൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. നിയമ നടപടികൾക്ക് ശേഷം പ്രതിയെ മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ ഒരു കേസിൽ ജുനൈദ് പുറത്തിറങ്ങിയിരുന്നു. ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. എന്തായാലും അപകട മരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ പോലും ഇതൊരു ആത്മഹത്യയാണോ എന്ന ഒരു സംശയം കൂടി ശക്തമാകുന്നുണ്ട്. അതായത് വാഹനം വളരെ വേഗത്തിലാണ് എത്തിയതെന്നും വേഗത്തിലെത്തി ഈ ഒരു മൺകൂനയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നും മാത്രമല്ല വളഞ്ഞു പുളഞ്ഞായിരുന്നു വാഹനം സഞ്ചരിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൂവത്തിപ്പോയിൽ വലിയ ജുമാ മസ്ജിദിൽ ഖബറടക്കും. മാതാവ് സൈറ ബാനു, മകൻ മുഹമ്മദ് റജൽ. എന്തായാലും ഈ ഒരു വാർത്ത വളരെയധികം ഞെട്ടിക്കുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയെ സംബന്ധിച്ച് വളരെയധികം നടുക്കമുണ്ടാക്കുന്ന വാർത്തയായിരുന്നു. കാരണം ജുനൈദ് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു താരമാണ്. ഈ ജുനൈദിനെ ഒരു പീഡനക്കേസിൽ അറസ്റ്റിലായപ്പോൾ, അതായത് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജുനൈദിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വലിയ രീതിയിലുള്ള കളിയാക്കലുകളും പരിഹാസങ്ങളും അതുപോലെ തന്നെ ഒരു സൈബർ ആക്രമണങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നേരെ ഉയർന്നിരുന്നു. ഇപ്പോൾ ഒട്ടും വൈകാതെ തന്നെ സോഷ്യൽ മീഡിയ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ് ഈ ഒരു വാർത്ത. മാത്രമല്ല പലരും ഈ കാഴ്ച കാണുക കൂടി ചെയ്തു. അതായത് അദ്ദേഹം ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ച പലരും നേരിൽ കാണുകയും ചെയ്തു. വളരെ വേദനാജനകമായ കാഴ്ചയാണ് എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. എന്തായാലും ഈ ഒരു അപകടത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? ഒരു ആത്മഹത്യയാണോ അതോ അപകട മരണം തന്നെയാണോ എന്ന ചോദ്യമൊക്കെ ശക്തമാവുന്നുണ്ട്. അതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.